ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. RSK എഡ്യൂടെക്കിന്റെ അടുത്തൊരു PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ ഓരോ ചാപ്റ്റർ ആയിട്ട് കേരള PSC യിൽ ചോദിക്കുന്ന ചാപ്റ്റർ ഒരു 10-15 ദിവസത്തിനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ഡിവിസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഏത് പട്ടികയിൽ അത് പോകും, പൂർണ്ണമായി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടികയിൽ ആ നമ്പറിനെ, ആ ഒരു സംഖ്യയെ, പൂർണ്ണമായ ആ സംഖ്യയെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ശിഷ്ടം എപ്പോഴും എന്ത് കിട്ടണം? റിമൈൻഡർ എപ്പോഴും 0 കിട്ടണം, അല്ലെങ്കിൽ ശിഷ്ടം എപ്പോഴും 0 കിട്ടണം, 0 കിട്ടണം. അങ്ങനത്തുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? നമ്മൾ രണ്ടിൽ പൂർണ്ണമായിട്ടും അടങ്ങുകയാണെങ്കിൽ. അപ്പോ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡിവിസിബിലിറ്റി ബൈ 2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് 2ന്റെ പട്ടികയിൽ പൂർണ്ണമായും പോകും എന്നുള്ളത്? എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ആ സംഖ്യയുടെ ഏത് ഡിജിറ്റ് നോക്കുക? യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ആ യൂണിറ്റ് ഡിജിറ്റിൽ 0, 2, 4, 6, 8 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 2ന്റെ പട്ടികയിൽ പോയിരിക്കും. അഥവാ ആ ഒരു സംഖ്യയെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇരട്ടക്ക സംഖ്യകൾ, എല്ലാ ഇരട്ടക്ക സംഖ്യകളും എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 2ന്റെ പട്ടികയിൽ പോയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റക്ക സംഖ്യ എന്ത് ചെയ്യത്തില്ല? 2ന്റെ പട്ടികയിൽ പോകത്തില്ല. ഇപ്പൊ പറയുവാണെങ്കിൽ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ കുറച്ച് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 20, 24, 36, 50, 78, 112, 230. ഇതിന്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറ്റത്ത് കിടക്കുന്ന ആദ്യത്തെ ഡിജിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് ഡിജിറ്റിൽ കിടക്കുന്നത് നോക്കിയേ, 0, 2, 4, 6, 8 ഏതെങ്കിലും ആണോ? ആണ്. അപ്പൊ എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 2ന്റെ പട്ടികയിൽ ഉറപ്പായിട്ടും പോയിരിക്കും. രണ്ടാമത്തത് ഡിവിസിബിലിറ്റി ബൈ 3. 2ന്റെ ഡിവിസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ പട്ടികയിൽ പൂർണ്ണമായിട്ടും, 3ന്റെ പട്ടികയിൽ പൂർണ്ണമായിട്ടും അടങ്ങിയിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു നമ്പർ എടുത്തു, 645. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് 3ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിജിറ്റുകളെ എല്ലാം അങ്ങ് കൂട്ടുക. 6 + 4 + 5. 6 4 10, 10 + 5 കിട്ടും 15 കിട്ടും. ഈ 15 3ന്റെ പട്ടികയിൽ പോകുമോ? പോകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പൂർണ്ണമായും 645 എന്ന് പറയുന്ന നമ്പർ എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 3ന്റെ പട്ടികയിൽ പോയിരിക്കും. അപ്പോ 3ന്റെ പട്ടികയിൽ പോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യും. ഞാൻ വേറൊരു വലിയ നമ്പർ തരാം, 36, 40, 28. എന്ത് ചെയ്യുക? 3 + 6 + 4 + 0 + 2 + 8 കൂട്ടി നോക്കുക. 8ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 10, 14, 20, 23. 23 3ന്റെ പട്ടികയിൽ പോവോ? ഇല്ല. അപ്പം 36, 40, 28 എന്ന് പറയുന്ന നമ്പർ എന്തിന്റെ പട്ടികയിൽ പോകത്തില്ല? 3ന്റെ പട്ടികയിൽ പോകത്തില്ല. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത മൂന്നാമത്തത് ഡിവിസിബിലിറ്റി ബൈ 4. 4ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്ന് അറിയണം. 4ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഒരു നമ്പർ എടുക്കാം, 36, 16. നിങ്ങൾക്ക് എപ്പോഴും 4ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവസാനത്തെ 2 യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസിന്റെയും ചേർത്തെടുക്കുക. അപ്പൊ 2 കൂടെ ചേർത്തെടുക്കുമ്പോൾ ഇത് എത്രയായി? 16 ആയി. ഈ 16 എന്ന് പറയുന്ന 4ന്റെ പട്ടികയിൽ പോകുമോ? പോകും. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം നമ്പറും എന്തിന്റെ പട്ടികയിൽ പോകും? 4ന്റെ പട്ടികയിൽ പോയിരിക്കും. അവസാനത്തെ 2. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചോദിക്കാം, ഇപ്പൊ 96 ഒക്കെ വന്നാലോ? അത് നിങ്ങൾ ചെയ്തു നോക്കിയേ പറ്റൂ. 96 എന്ന് പറയുന്നത്, ഓക്കെ, 96 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ചെയ്തു നോക്കിയേ പറ്റൂ. ഈ ഡിവിസിബിലിറ്റി ബൈ 4ന് ഇതേ ഉള്ള ഒരു മാർഗം. നമുക്ക് വലിയ നമ്പേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസബിൾ ആവുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 62, 80, 93. അപ്പൊ ഞാൻ അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തു. ഞാൻ എന്ത് നോക്കുവാണ്? 4ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ നോക്കുവാണ്. ഓക്കെ, ഓഡ് നമ്പർ ആയപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലായി കാണും എന്തിന്റെ പട്ടികയിൽ പോകത്തില്ല? 4ന്റെ പട്ടികയിൽ പോകത്തില്ല ഒരിക്കലും.
ഓക്കെ, അങ്ങനെയും ഒരു കാര്യം നോക്കാം. അപ്പൊ ഏറ്റവും എളുപ്പ വഴി നോക്കുക. അപ്പൊ നമ്മളിവിടെ ചെയ്തു നോക്കിയാലും നമുക്ക് എന്ത് ചെയ്തില്ല, പൂർണ്ണമായിട്ടും എന്തിന്റെ പട്ടികയിൽ പോകുന്നില്ല, 4ന്റെ പട്ടികയിൽ പോകുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും 62, 80, 93 എന്ന് പറഞ്ഞ നമ്പറും എന്തിന്റെ പട്ടികയിൽ പോകത്തില്ല, 4ന്റെ പട്ടികയിൽ പോകത്തില്ല. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 2ന്റെ മനസ്സിലായി, 3ന്റെ മനസ്സിലായി, 4ന്റെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. 5ന്റെ. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. 5ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്ന് പെട്ടെന്ന് എങ്ങനെ അറിയും? ഡിവിസിബിലിറ്റി ബൈ 5 എങ്ങനെ അറിയാൻ പറ്റും? ഒന്നുമില്ല, സെയിം യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ഈ യൂണിറ്റ് ഡിജിറ്റിൽ എന്തുണ്ടോ നോക്കുക. 0 5 ഉണ്ടെങ്കിൽ, 0 അഥവാ ഓർ രണ്ടും വരത്തില്ലല്ലോ ഉറപ്പായിട്ടും. യൂണിറ്റ് ഡിജിറ്റിൽ എന്തൊക്കെ 0 5 വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് എന്തിന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാൻ പറ്റും, 5ന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാൻ പറ്റും. ഉറപ്പായിട്ടും 100% നമുക്ക് പറയാം 5ന്റെ പട്ടികയിൽ പോകും. എക്സാമ്പിൾ ഇപ്പൊ പറയുവാണ് 100, അറ്റത്ത് എന്താ 0, ഉറപ്പായിട്ടും 5ന്റെ പട്ടികയിൽ പോകും, ഒരു സംശയവും വേണ്ട. 120 അറ്റത്തിന് എന്താ 0 ആണ്, ഉറപ്പായിട്ടും 5ന്റെ പട്ടികയിൽ പോകും. 65 അറ്റത്ത് 5 ആണ്, ഉറപ്പായിട്ടും എന്തിന്റെ പട്ടികയിൽ പോകും, 5ന്റെ പട്ടികയിൽ പോകും. 3ന്റെ പട്ടികയിൽ പോകുമെന്ന് നോക്കി. 65 3ന്റെ പട്ടികയിൽ പോവോ? 6 5 കൂടെ കൂട്ടിയേ 11 3ന്റെ പട്ടികയിൽ പോവോ? ഇല്ല. അപ്പൊ 65 3ന്റെ പട്ടികയിൽ പോകത്തില്ല. ഓക്കെ, അവിടെ ഒരു റിവിഷൻ ആയ 3ന്റെ പട്ടികയായി, 5ന്റെ പട്ടിക ക്ലിയർ ആയി, 5ന്റെ ടേബിളിൽ പോകും. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ്, ഡിവിസിബിലിറ്റി ബൈ 6. 6ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ? 6ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പൊ 6ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ആദ്യം ആ നമ്പർ 2ന്റെ പട്ടികയിൽ പോകുമെന്ന് നോക്ക്, പിന്നെ അത് 3ന്റെ പട്ടികയിൽ പോകുമെന്ന് നോക്ക്. 2ന്റെ പട്ടികയിലും പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റും അത് എന്തിന്റെ പട്ടികയിലും പോകും, 6ന്റെ പട്ടികയിലും പോകും. ആദ്യം 2ന്റെ പട്ടികയിൽ നോക്കുക, പിന്നെ 3ന്റെ പട്ടികയിൽ നോക്കുക. 2 പട്ടികയിലും പോകുകയാണെങ്കിൽ മാത്രമേ പറയാവൂ 6ന്റെ പട്ടികയിലും പോകുന്നു, അല്ലാതെ പറയരുത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണ്, ഞാൻ ഒരു നമ്പർ എടുത്തു 540. അപ്പോ 2ന്റെ പട്ടികയിൽ പോകുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാണും. ഇവിടെ 0 കിടപ്പുണ്ട്, അപ്പൊ 2ന്റെ പട്ടികയിൽ പോയി. ഇനി 3ന്റെ പട്ടികയിൽ എങ്ങനെ തീരുമാനിക്കും? ഡിജിറ്റ് എല്ലാം കൂടെ പ്ലസ് ചെയ്യും നിങ്ങൾ. 5 + 4 + 0, 5 + 4 + 0, 5 + 4 + 0 എത്രയായി? 9 കിട്ടി. 9 എന്തിന്റെ പട്ടികയിൽ പോകും? 3ന്റെ പട്ടികയിൽ പോകും. അപ്പൊ 540 എന്തിന്റെ പട്ടികയിൽ പോകും? 3ന്റെ പട്ടികയിൽ പോകും. അപ്പൊ 2ന്റെ പട്ടികയിലും പോയി, 3ന്റെ പട്ടികയിലും പോയി. ഉറപ്പായിട്ടും അത് എന്തിന്റെ പട്ടികയിലും പോകും? 6ന്റെ പട്ടികയിലും പോയിരിക്കും. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. അടുത്തതാണ് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനും കുറച്ച് പാടുമുള്ള ഒരു കേസാണ് ഡിവിസിബിലിറ്റി ബൈ 7. ഡിവിസിബിലിറ്റി ബൈ 7 ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ആക്കുന്നത്? എക്സാമ്പിളിലൂടെ തന്നെ പോകാം. ഡിവിസിബിലിറ്റി ബൈ 7 ഞാനൊരു എക്സാമ്പിൾ എടുത്തു, 378. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുക. എന്ത് ചെയ്യും? യൂണിറ്റ് ഡിജിറ്റിലുള്ള ആ ഒരു ഡിജിറ്റ് അങ്ങ് എടുക്കും, 8. അതിന്റെ ഇരട്ടി എടുക്കുക. അതിന്റെ ഇരട്ടി എത്ര? 16 എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള നമ്പർ ഏതാ? ആ 8 കളഞ്ഞിട്ട് ബാക്കിയുള്ള നമ്പർ 37. ആ 37 16 എന്ന് പറ 1 21. കിട്ടിയത് എന്താ? 21. ഇത് 7ന്റെ പട്ടികയിൽ പോവൂ? 7 3 21 അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും 378 എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 7ന്റെ പട്ടികയിൽ പോയിരിക്കും. 100% ഉറപ്പിച്ച് പറയാം, അതും എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 7ന്റെ പട്ടികയിൽ പോയിരിക്കും. അടുത്തൊരു നമ്പർ ഞാൻ എടുക്കുവാണ്, 17 444. ഒരു എക്സാമ്പിൾ എടുത്തു, വലിയ നമ്പർ എടുത്ത് കുറച്ചും കൂടെ. അപ്പൊ ശ്രദ്ധിച്ചു നോക്ക്, അറ്റത്ത് ഏതാ കിടക്കുന്നത്? 4. 4 എടുത്തോ. 4ന്റെ ഇരട്ടി എത്ര? 8. ഈ ബാക്കിയുള്ള നമ്പർ ഏതാ? 17 44 നിന്ന് 8 കുറച്ചേ. അപ്പൊ 17 36 കിട്ടുമോ ഇല്ലയോ? 17 36 കിട്ടത്തില്ലേ? 4 കുറച്ച് കഴിഞ്ഞാൽ 40, 40 4 കുറച്ച് കഴിഞ്ഞാൽ 36, 17 36 കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല 7ന്റെ പട്ടിക പോയില്ലോ എന്ന്. പിന്നെയും എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. ഏതാ യൂണിറ്റ് ഡിജിറ്റ്? 6. 6ന്റെ ഇരട്ടി എത്ര? 6ന്റെ ഇരട്ടി 12. അപ്പൊ 173 നിന്ന് എന്ത് കുറയ്ക്കുക? 12 കുറയ്ക്കുക 1 6 161 ആയി. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ, 161 നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെയും അതേപോലെ തന്നെ ചെയ്തോ. യൂണിറ്റ് ഡിജിറ്റ് എന്താ കിടക്കുന്ന? 1. ആ 1ന്റെ ഇരട്ടി എത്ര? 2. ബാക്കിയുള്ള നമ്പർ എത്ര? 16. 16 അങ്ങ് 2 കുറ. 16 2 കുറയുമ്പോ എന്താ കിട്ടി? 14. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? 14 എന്തിന്റെ പട്ടികയിൽ പോകും? 7ന്റെ പട്ടികയിൽ പോകും. അപ്പൊ 17 444 എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 7ന്റെ പട്ടികയിൽ പോയിരിക്കും. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിവിസിബിലിറ്റി ബൈ 9 ആണ്. ഡിവിസിബിലിറ്റി ബൈ 9 ആണ്.
ഓക്കെ, അപ്പൊ ഡിവിസിബിലിറ്റി ബൈ 9 എന്ത് ചെയ്യും? 3ന്റെ നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? എല്ലാ ഡിജിറ്റുകളും കൂടെ പ്ലസ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു. അതേ സാധനം തന്നെയാണ് ഡിവിസിബിലിറ്റി ബൈ 9ലും. എക്സാമ്പിൾ പറയാം. 45 38 7. അപ്പൊ 45 38 7 എന്ത് ചെയ്യും? എല്ലാ ഡിജിറ്റും കൂടെ അങ്ങ് പ്ലസ് ചെയ്യും. 4 + 5 + 3 + 8 + 7 പ്ലസ് ചെയ്യും എല്ലാം കൂടെ. അപ്പൊ 5ന്റെ കൂടെ 4 പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 9. 9ന്റെ കൂടെ 3 12. 12ന്റെ കൂടെ 8 20. 20ന്റെ കൂടെ 7 27. പറ, 27 9ന്റെ പട്ടിക പോത്തില്ലേ? പോകും. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും 45 38 7 എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 9ന്റെ പട്ടികയിൽ പോയിരിക്കും. ഡിവിസിബിലിറ്റി ബൈ 9 ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. 35 18. എല്ലാത്തിന്റെയും ഡിജിറ്റ് ഐ ഡി 3 + 5 + 1 + 8. അങ്ങനെയാണെങ്കിൽ 5 3 8 8 1 9 10 17. 17 9ന്റെ പട്ടികയിൽ പോവോ? ഇല്ല. അപ്പൊ ഈ 35 18 എന്തിന്റെ പട്ടികയിൽ പോകത്തില്ല? 9ന്റെ പട്ടികയിൽ പോകത്തില്ല. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ നമുക്ക് കുറച്ചും കൂടെ വലിയ നമ്പർ നോക്കാം. 43 24 28 76. കൂട്ടി നോക്കുക. 4 3 7 7 2 9 9 4 13 13 2 15 15 6 15 6 21 21 8 29 29 30 36. എല്ലാ ഡിജിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36. 36 എന്തിന്റെ പട്ടികയിൽ പോവും? 9ന്റെ പട്ടികയിൽ പോവും. 9 4 36. അപ്പൊ ഈ നമ്പറും എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 9ന്റെ പട്ടികയിൽ പോയിരിക്കും. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഡിവിസിബിലിറ്റി ബൈ 10. ഡിവിസിബിലിറ്റി ബൈ 10 എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. എന്താ വരുന്നത്? യൂണിറ്റ് ഡിജിറ്റിൽ എത്ര വരുവാണെങ്കിൽ? 0 വരുവാണെങ്കിൽ, 0 വരുവാണെങ്കിൽ, 0 ഡിജിറ്റിൽ 0 വരുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് എന്തിന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാൻ പറ്റും? 10ന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാൻ പറ്റും. യൂണിറ്റിന്റെ ഡിജിറ്റിൽ എന്ത് വരുവാണ്? 0. എക്സാമ്പിൾ 120. അറ്റത്ത് 0 വന്ന് ഉറപ്പാണ് 100%. 100 വന്ന് അറ്റത്ത് 0 വന്ന് ഉറപ്പാണ് 10ന്റെ പട്ടികയിൽ പോകുമെന്നുള്ളത്. ഇതിന്റെ അകത്ത് കൂടുതൽ ആർക്കും ഡൗട്ട് വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലാസ്റ്റ് വൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ 11. ഇത്രയും മതി. ആക്ച്വലി PSC പഠിക്കുന്നവർക്ക് ഇത്രയും മതി. ഓക്കെ, ഡിവിസിബിലിറ്റി ബൈ എന്താണ്? 11. എന്ത് ചെയ്യണമെന്നറിയാവോ? സം ഓഫ് ഈവൻ ഡിജിറ്റ്സ്, സം ഓഫ് ഈവൻ പ്ലേസസ് എന്ന് പറയാം. സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈവൻ പ്ലേസസ്, സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈവൻ പ്ലേസസ്. ഈവൻ പ്ലേസസിൽ കിടക്കുന്ന ഡിജിറ്റുകളെ എടുക്കണം, അത് കൂട്ടണം. മൈനസ് സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഓഡ് പ്ലേസസ്, ഇൻ ഓഡ് പ്ലേസസ്. മൈനസോ പ്ലസോ വരട്ടെ, അതൊന്നും വലിയ കാര്യമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈവൻ പ്ലേസസിൽ കിടക്കുന്ന ഡിജിറ്റ്സിനെ എല്ലാം കൂടെ കൂട്ടുക. പിന്നെ എന്ത് ചെയ്യുക? ഓഡ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് എല്ലാം കൂടെ കൂട്ടുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. വലിയൊരു നമ്പർ എടുക്കാം. നമുക്ക് 61 8 0 9. നോക്കിക്കോ. ഇതിന്റെ ആദ്യം ഈവൻ പ്ലേസസ് എങ്ങനെയാണ്, ഓഡ് പ്ലേസസ് എങ്ങനെയാണെന്ന് ആദ്യം നിങ്ങളടുത്ത് പറയാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാണ് ഇതിന്റെ ഓഡ് പ്ലേസസ്. 1 3 5. ഇതാണ് ഇതിന്റെ ഓഡ് പ്ലേസസ്. ഇനി ഈവൻ പ്ലേസസ് ഏതൊക്കെയായിരിക്കും? അപ്പം കോമൺ സെൻസ് നിങ്ങൾക്ക് പറയാവുന്നല്ലേ ഉള്ളൂ. ഇതാണ്ട് 0 ഈവൻ പ്ലേസ് ആണ്. അതേപോലെ തന്നെ 1 ഇതിന്റെ ഈവൻ പ്ലേസ് ആണ്. 2 4. കറക്റ്റ് ആയില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തേ. ഒന്ന് ഈവൻ പ്ലേസസ് ആഡ് ചെയ്തേ. 1 0 കൂടെ ആഡ് ചെയ്താൽ ഈവൻ പ്ലേസസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടി. ഇത് ഈവൻ പ്ലേസസ് ആണ്. ഓക്കെ, ഇനി ഓഡ് പ്ലേസസ് ആഡ് ചെയ്യേ. ഓഡ് പ്ലേസസ് ആഡ് ചെയ്തിട്ട് ഓഡ് പ്ലേസസ് ഏതാ? 6 + 3 + 1. 6 + 3 അല്ല, 6 + എത്രയാണ്? 8 + 9 ആണ്. സോറി, 6 + 8 + 9 അല്ലെ? 9 10 17 17 3 20 23 കിട്ടും നിങ്ങൾക്ക് ഇത്. അപ്പൊ ഈവൻ പ്ലേസസ് എത്ര കിട്ടി? 1 കിട്ടി. ഓഡ് പ്ലേസസ് എത്ര കിട്ടി? 23. കുറയ്ക്ക് ഇത് രണ്ടും കൂടെ. 23 - 1. 23 - 1 എത്ര കിട്ടി നിങ്ങൾക്ക്? 22 കിട്ടിയോ? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. 23 ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. അത് എങ്ങനെ വേണമെങ്കിലും കുറയ്ക്കാം. നിങ്ങൾക്ക് 1 ന് 23 കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 23 ന് 1 കുറച്ചാൽ എങ്ങനെ വേണമെങ്കിലും കുറയ്ക്കാം. -1 ഇവിടെ നോക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈവൻ ഡിജിറ്റ്സിന്റെ നമ്പർ എല്ലാം കൂടെ കൂട്ടി ഓഡ് ഡിജിറ്റ്സിന്റെ നമ്പർ അല്ല, ഓഡ് പ്ലേസസ് ആണ്, ഓഡ് ഡിജിറ്റ്സ് അല്ല. സോറി, നിങ്ങൾ അത് തെറ്റിദ്ധരിക്കരുത്. ഓഡ് പ്ലേസസ് ആണ്. ഓഡ് പ്ലേസസും ഈവൻ പ്ലേസസിലും കിടക്കുന്ന ഡിജിറ്റുകൾ എന്ത് ചെയ്തു? കൂട്ടിയിട്ട് കുറച്ചു. കുറച്ചതിന് ശേഷം കിട്ടിയ നമ്പർ എന്തിന്റെ പട്ടികയിൽ പോകുന്നു? 11ന്റെ പട്ടികയിൽ പോകുന്നുണ്ടോ?
പോകുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ആ നമ്പർ മൊത്തവും എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 11ന്റെ പട്ടികയിൽ പോയിരിക്കും. ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. 1 3 3 1 പറയൂ. ഇതിന്റെ ഈവൻ പ്ലേസസും ഓഡ് പ്ലേസസും ആദ്യം ഞാൻ എഴുതാം. 1 2 3 4. നിങ്ങൾ ഇതിൽ നിന്ന് പറ, ഈവൻ പ്ലേസസ് ആഡ് ചെയ്യുമ്പോൾ ഈവൻ പ്ലേസസ് 2 4 അല്ലേ? അപ്പൊ 3 + 1 എത്ര കിട്ടി? 4 കിട്ടി. അതേപോലെ തന്നെ നിങ്ങൾ പറ, അടുത്തത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറ, ഓഡ് പ്ലേസസ് ആഡ് ചെയ്യുമ്പോൾ ഓഡ് പ്ലേസസ് ഏതാ? 1 ഉം 3 ഉം. 1 ഉം 3 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. രണ്ടും കൂടെ 4 ൽ 4 കുറച്ചാൽ എത്ര കിട്ടും? 0. 11ന്റെ പട്ടികയിൽ പോത്തില്ലേ? പോകും. 11ന്റെ പട്ടികയിൽ പോകും. എങ്ങനെ പോകും? 11 × 0 എന്തായിരിക്കും? 0 അല്ലേ? അപ്പൊ 0 എന്ന് പറയുന്നത് എല്ലാ പട്ടികയിലും പോകും. ഓക്കെ, അതുകൊണ്ട് തെറ്റിദ്ധരിക്കല്ലേ. 11 × 0 എന്താണ്? 0 ആണ്. അപ്പൊ 11ന്റെ പട്ടിക എന്ത് പോകും? 0 പോകും. അപ്പൊ ഉറപ്പിക്കാം നമുക്ക് 1 3 3 1 എന്തിന്റെ പട്ടികയിൽ പോകും? 11ന്റെ പട്ടികയിൽ പോകുമെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഡിവിസിബിലിറ്റി ക്ലിയർ ആയോ? എല്ലാ ഡിവിസിബിലിറ്റിയും ഒന്നും കൂടെ ഞാൻ എല്ലാ ഡിവിസിബിലിറ്റി പറയാം. അപ്പൊ 2ന്റെ പട്ടികയിൽ പോകണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എത്ര ആയിരിക്കണം? 0 2 4 6 8 ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അത് എന്തിന്റെ പട്ടികയിൽ പോകും? 2ന്റെ പട്ടികയിൽ പോകും എന്ന് പറയാം. 3ന്റെ ആണെങ്കിലോ ആ നമ്പറിന്റെ അകത്തുള്ള എല്ലാ ഡിജിറ്റുകളും എടുത്ത് കൂട്ടുക. കൂട്ടിയതിനു ശേഷം കിട്ടുന്ന നമ്പർ നിങ്ങൾക്ക് എന്തിന്റെ പട്ടികയിൽ പോവുകയാണെങ്കിൽ? 3ന്റെ പട്ടികയിൽ പോവുകയാണെങ്കിൽ ആ നമ്പറും എന്തിന്റെ പട്ടികയിൽ പോയിരിക്കും? 3ന്റെ പട്ടികയിൽ പോയിരിക്കും. 4ന്റെ പട്ടികയിൽ അറ്റത്തെ രണ്ട് നമ്പർ എടുക്കുക. യൂണിറ്റും ടെൻസ് പ്ലേസിൽ കിടക്കുന്ന അറ്റത്തെ 2 നമ്പർ എടുക്കുക. ആ 2 നമ്പർ 4ന്റെ പട്ടികയിൽ പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മൊത്തം നമ്പറും എന്തിന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാം? 4ന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാം. 5ന്റെ പട്ടികയിൽ പോകും പറയാൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അറ്റത്ത് യൂണിറ്റ് ഡിജിറ്റിൽ എന്തോ 0 5 ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അത് എന്തിന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാം? 5ന്റെ പട്ടികയിൽ പോകുമെന്ന് പറയാം. 6ന്റെ പട്ടികയിൽ പോകുന്നത് എങ്ങനെ പറയാൻ പറ്റും? 2ന്റെ പട്ടികയിൽ അത് പൂർണ്ണമായും പോവുകയും 3ന്റെ പട്ടികയിൽ അത് പൂർണ്ണമായും ഒരു നമ്പർ പോവുകയും ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും 6ന്റെ പട്ടികയിലും പൂർണ്ണമായും ആ നമ്പർ എന്ത് ചെയ്യും? 6ന്റെ പട്ടികയിൽ പോയിരിക്കും. 7ന്റെ പട്ടിക വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7ന്റെ പട്ടികയിൽ പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഞാനൊരു എക്സാമ്പിൾ സഹിതമാണ് പറഞ്ഞത്. 378 ഞാൻ ഒന്നും കൂടെ പറയാം. അറ്റത്തെ നമ്പർ 8 എടുക്കുക. 8 എടുത്തിട്ട് 8ന്റെ എന്ത് എടുക്കുക? ഇരട്ടി എടുക്കുക. ഇരട്ടി കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് ആ 8നെ കളഞ്ഞിട്ട് ബാക്കിയുള്ള ഏതാ? 37. അതിൽ നിന്ന് 16 കുറച്ച് നോക്കുക. ആ കുറച്ച് കിട്ടുന്നത് 7ന്റെ പട്ടികയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ മൊത്തം നമ്പറും എന്തിന്റെ പട്ടികയിൽ പോകും? 7ന്റെ പട്ടികയിൽ പോകും. 9ന്റെ പട്ടിക 3ന്റെ പട്ടിക പഠിച്ച പോലെ തന്നെ എല്ലാ ഡിജിറ്റുകളും കൂട്ടുക. കൂട്ടിയതിനു ശേഷം അത് 9ന്റെ പട്ടികയിൽ പോകുമെന്ന് നോക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ ആ മൊത്തം നമ്പറും എന്തിന്റെ പട്ടികയിൽ പോകും? 9ന്റെ പട്ടികയിൽ പോകും. 10ന്റെ പട്ടികയിൽ പോകുന്നത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. അറ്റത്ത് 0 ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് 10ന്റെ പട്ടികയിൽ പോകുന്നതായിരിക്കും. 11ന്റെ പട്ടികയിൽ പോകുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം ഈവൻ പ്ലേസിൽ കിടക്കുന്ന നമ്പർ മൊത്തം എടുക്കുക, കൂട്ടുക. ഓഡ് പ്ലേസിൽ കിടക്കുന്ന എല്ലാ നമ്പറും എടുക്കുക, കൂട്ടുക. ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തിന്റെ പട്ടികയിൽ പോവുകയാണെങ്കിൽ? 11ന്റെ പട്ടികയിൽ പോകുകയാണെങ്കിൽ ആ നമ്പർ പൂർണ്ണമായും എന്തിന്റെ പട്ടികയിൽ പോകുന്നതായിരിക്കും? 11ന്റെ പട്ടികയിൽ പോകുന്നതായിരിക്കും. ഇനി ആ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ 0യും എന്തിന്റെ പട്ടികയിൽ പോകുന്നതായിരിക്കും? 11ന്റെ പട്ടികയിൽ പോകുന്നതായിരിക്കും. കാരണം 11 × 0 എന്താണ്? 0 ആണ്. അതുകൊണ്ട് 0 വന്നാലും അതിന്റെ പട്ടികയിൽ പോകുന്നതാണ്. അപ്പം അതും എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.